എന്തൊക്കെ ബഹളങ്ങളായിരുന്നല്ലേ. ആളായി, ബഹളമായി, കുക്കിംഗ് ആയി, റൊമാൻറ്റിക് സോങ് ആയി, മിണ്ടലായി, പറച്ചിലായി. ഇപ്പം ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. ഗതാ ഗുത എന്ന് പറഞ്ഞല്ലേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാലും പരാതിയൊന്നുമില്ലേ, വന്നല്ലോ. ഈ ചില സർജന്മാരുടെ കാര്യം പറഞ്ഞല്ലോ കേട്ടിട്ടേ, ചില മെയിൻ സർജൻസൊക്കെ വരുന്നു, സർജറി ചെയ്യുന്നു, പോകുന്നു, ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്തോണം എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ കൊച്ചൊരു ഒറ്റ പോക്ക് പോയി. അതല്ലേലും അങ്ങനെയാന്നേ. ഈ എന്താ പറയണ്ടേ, ബോബനുമോളിലെ പട്ടിയില്ല, അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ജഡുവിൻ്റെ കാര്യം. ആ കൂടെ അങ്ങ് പോകും ജസ്റ്റിയുടെ പുറകെ. അതിപ്പോൾ ജസ്റ്റ് ഉണ്ടേലേ ഉള്ളൂ കേട്ടോ. അതല്ലേ അടുക്കളയിൽ ഇങ്ങനെ തന്നെയും പിന്നെയും തന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ കൂടെ നമ്മളെയും കൂടെ പണി ചെയ്യാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അമ്മാതിരി വാചകം. പക്ഷേ ജസ്റ്റ് ഉണ്ട് ആ ഗ്രഹത്തിലാണ് ഞാൻ അവന്മാരോട് താമസിക്കുന്നതെന്ന് പോലും അവന്മാർക്കൊരു ചിന്ത കാണുകയില്ല. ഇപ്പം ആരോട് പറയാനല്ലേ. ചോറും കറിയൊക്കെ ആയി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സിമ്പിൾ ചോറും കറിയൊക്കെ. ഇച്ചിരി സാമ്പാർ, മീൻ വറുത്തത്, ചമ്മന്തി, ഉണക്കപ്പയർ തോരൻ, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നാടൻ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, സമയം നോക്കിയേ, 2:45 കഴിഞ്ഞെന്നേ, 3 മണി 6 ഒരെണ്ണം കഴിക്കാൻ വിളിച്ചാൽ വരികയല്ലോ. ഒരെണ്ണം ചേട്ടത്ത് ഫോണും വെച്ചിരിപ്പാ, വേറെ ഭയങ്കര പടം. കൊച്ചു തന്നെയാണ് നമ്മൾ വിളിച്ചാൽ വരുവേ. ഇതിപ്പോൾ ജസ്റ്റിയും കൂടെ ഉള്ളതുകൊണ്ട് വിളിച്ചാലും വരികയായിരുന്നേ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം ഇതാ, നമ്മൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അത് ചൂടോടെ കഴിച്ചില്ല പിന്നെ എന്തിനും കൊള്ളാം. അത് AC-ക്കകത്തല്ലിരുന്ന് പെട്ടെന്ന് അങ്ങ് തണുത്തും പോകുന്നേ. ഇതിങ്ങളോട് പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളം വറ്റാന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നെ ചെയ്യുന്നറിയോ, ഞാനൊന്ന് വിളിക്കും, എന്നിട്ട് ഞാനിരുന്നങ്ങ് കഴിക്കും. എനിക്ക് വിശന്ന്, എനിക്കത് ഇച്ചിരി ചൂടോടെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിരുന്നങ്ങ് കഴിച്ചു. ആവശ്യമുള്ളപ്പോൾ വിശപ്പ് കയറുമ്പോൾ വേണേ വന്ന് കഴിക്കട്ടല്ലേ. അല്ല ഇപ്പം നെയ്യാൻ ഇതിനെയും കൊണ്ടൊക്കെ എനിക്കറിയാൻ മേല. ആദ്യമൊക്കെ ഞാൻ ചുമ്മാ വഴക്കുണ്ടാക്കുമായിരുന്നു. അവർക്കും കൂടെ തോന്നണ്ടേ കഴിക്കണം, ഒന്നിച്ചിരിക്കണം, അത് ചൂടോടെ കഴിക്കണമെന്നൊക്കെ. ഈ ഉണ്ടാക്കുന്നതിൻ്റെ വിഷമമൊന്നും തിന്നുന്നവൻ അറിയത്തില്ലെന്ന്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ജേഡിക്കൂട്ടൻ വരച്ച പടം കണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായി എന്തിനാവും വരച്ചതെന്ന്? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവസാനം രണ്ടും കൂടെ കഴിക്കാൻ വന്നു കേട്ടോ. ഇതൊക്കെ എവിടെ പോകാനല്ലേ, വിശപ്പ് കയറുമ്പോൾ തന്നെ വന്ന് കഴിച്ചോളും. നമ്മൾ നിങ്ങളുടെയൊക്കെ പുറകെ പോയിട്ടേ വെറുതെ നമ്മുടെ ഊർജ്ജവും എനർജിയും കളയാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നേ. അപ്പം ശരി, പോയിച്ച് വരാം.